അങ്ങനെ അടുത്തൊരു വീഡിയോ. സാധാരണ ഞാൻ ഖുർആൻ പരിഭാഷ വായനയും അതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ഷെയർ ചെയ്യലൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞു ഖുർആൻ പരിഭാഷ വായന ഞാൻ സെപ്പറേറ്റ് തന്നെ ഒരു റീൽ പോലെ അല്ലെങ്കിൽ ഷോർട്ട് പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരുതുന്നത് ഇനി. അതും ഫാത്തിഹ മുതൽ തന്നെ. അപ്പോൾ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ സെപ്പറേറ്റായിട്ട് പറയാം എന്ന് കരുതുന്നു. അതുപോലെ മറ്റു പറയാമെന്ന് പറഞ്ഞ കോണ്ടൻസ് ആണെങ്കിലും സെപ്പറേറ്റായിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. സമയം എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയില്ല, കിട്ടുന്നത് പോലെ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം സമയം മുടക്കുന്നുണ്ടാവില്ല. പക്ഷേ എഡിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം സമയം അതിനായിട്ട് പോകും, ഒരു ശീലമായി മാറുന്നത് വരെ. ഏതായാലും ഞാൻ അനുഭവങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഒരു 3 വീഡിയോസായിട്ട് ചെയ്യാൻ കരുതുന്നുണ്ട്. അതിലൊന്നാമത്തെ വീഡിയോ ആണിത്. ഇപ്പം നിലവിൽ പ്ലാനുള്ളതാണ് ഈ 3 വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ജിന്ന് ആണ്. ജിന്ന് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ജിന്നിനെ കുറിച്ച് കുറച്ചധികം വിശദീകരിച്ചിട്ട് അതിൻ്റെ ഉഡായിപ്പുകളെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ആ ഒരു അന്ധവിശ്വാസത്തെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ കരുതും. ഇതങ്ങനൊന്നല്ല. എൻ്റെ ചില പ്രേതാനുഭവങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതൊക്കെ ആയിട്ടുള്ള ചില പ്രേതാനുഭവങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളെ ചിലർ ഇതിപ്പോൾ എന്താ കഥ എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് ഈശ്വരവിശ്വാസിയാകണോ നിരീശ്വരവാദിയാകണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതോ ഞാൻ അഗ്നോസ്റ്റ് ആകണോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ചില പ്രേതകഥകൾ സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യാനൊന്നും ഞാനില്ല. ഉള്ള അനുഭവങ്ങളൊക്കെ പാടെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പറഞ്ഞു പോകുക എന്നുള്ളതാണ് ഞാൻ കരുതുന്ന കാര്യം. അപ്പോൾ ആ അനുഭവങ്ങളിലേക്ക് വരാം പതിയെ. അതിൽ ആദ്യത്തെ ഒരനുഭവം, ഇതിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 3 അനുഭവങ്ങൾക്കും ഒരേപോലത്തെ സ്വഭാവമുള്ളത്. 3 അനുഭവം എന്ന് പറഞ്ഞാൽ 3 കോണ്ടൻ്റായിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ഈ 3 കോണ്ടൻ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ 3 വീഡിയോസായി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ 3 എണ്ണത്തിന് ഒരേ സ്വഭാവമാണുള്ളത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത് 3 കേട്ടാലും കേൾക്കുന്ന ആളുകൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും 2 കൂട്ടരും എന്നെ ഇത് കേൾക്കുന്നതോടുകൂടി തള്ളുവീരൻ എന്നാണ് വിളിക്കാൻ പോണതെന്ന് എനിക്കറിയാം. തള്ളാണ് പറയുന്നത്, ഭയങ്കര ആൾ ചില്ലറൊന്നല്ല, ഭയങ്കര തള്ളാണെന്ന് പറയും ചിലപ്പോൾ. അതിനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നുണപരിശോധനാ യന്ത്രം, അതായത് ഹെൽത്തിന് അത്ര പ്രശ്നമുണ്ടാക്കാത്ത വല്ല നുണപരിശോധനാ യന്ത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് വെരിഫൈഡാണ്, അതായത് പ്രൂവ്ഡായിട്ട് എൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇതൊരു നല്ല നുണപരിശോധനാ യന്ത്രമാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ 3 എണ്ണത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും അതിൽ വെച്ചുകൊണ്ട് അതിൻ്റെ സംഗതികളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ പറയുന്നതിൽ സത്യമുണ്ടോ നുണയുണ്ടോ എന്നൊക്കെ ഉള്ളത്. നിലവിൽ എൻ്റെ ഒരു അറിവിൽ നിലവിൽ നടക്കുന്ന നുണപരിശോധന ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ കുറേ മുമ്പ് വായിച്ചതാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയൊന്നും എനിക്കറിയില്ല. കുറേ മുമ്പ് അങ്ങനെ ചില സംഭവങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതും ബാലരമ ഡൈജസ്റ്റിൽ വായിച്ചിരുന്നതാണ്. ഏതായാലും അതൊക്കെ പോട്ടെ, നമുക്ക് കഥയിലേക്ക് വരാം. കഥയിലേക്കല്ല, അനുഭവ കഥകളിലേക്ക്, സംഭവങ്ങളിലേക്ക് വരാം. അതിൽ ഒന്നാമത്തെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോക്ക് 2 ഹാഫ് ഉണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഉണ്ട്. അത് ആദ്യമേ പറയാം. അതിൽ ഫസ്റ്റ് ഹാഫിലെ കഥകളിലേക്ക് ആദ്യം കിടക്കാം. ഒന്നാമത്തെ കഥ, ദർസ് കാലത്ത് ഒരു ദിവസം രാത്രി, ഒരു നോമ്പ് കാലമാണെന്നാണ് ഓർമ്മ. നോമ്പിൻ്റെ തുടക്കമാണ്. അപ്പോൾ നോമ്പ് തുടങ്ങുന്ന ഒരു സമയമാകുമ്പോൾ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച രാത്രിയല്ല, ആ രാത്രി ഏത് ദിവസമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. വ്യാഴാഴ്ച രാത്രി ആകാൻ സാധ്യത കാണുന്നില്ല. ഒരു ദിവസം അന്ന് രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് തറാവീഹൊക്കെ കഴിഞ്ഞ് പള്ളിയിലെ ഖത്തീബ്
പോയി. പിന്നെ അതുപോലെ തന്നെ മുഅദ്ദിനായുള്ള ആൾ, അത് ബാങ്ക് കൊടുക്കാൻ ചാർജുള്ള ആൾ, മുക്രി എന്നൊക്കെ പറയില്ലേ, ആൾ പോയി. ആളന്ന് രാത്രി നമസ്കാരം കഴിഞ്ഞിട്ട് ആളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ദർസിലാരുമില്ല. അന്ന് ദർസിന് ലീവുള്ള ദിവസം, നോമ്പ് കാലം അല്ലേ. ഞാനാണെങ്കിൽ അന്ന് ഒരു പള്ളിയിൽ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട്, ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വേറൊരു പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല, ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല, ഞാൻ ദർസിലുള്ളത്. ഞാൻ നമസ്കാരം അടുത്തുള്ള ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ്, പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ദർസിലെത്തി. ഒരു 11-11:30 ആ ഒരു സമയമായിട്ടുണ്ടാവും. ഞാൻ കിടക്കാൻ പോവാണ്. അങ്ങനെ കടന്നു, ഉറക്കം വരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്ന്, എങ്ങനെയായാലും ഉറക്കം വരുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും ഇങ്ങനെ ആരോ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ആരോ നടക്കുന്നുണ്ട് ചുറ്റും. ആരാണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, ഒരു നേരെ വെളിച്ചം തൊട്ടപ്പുറത്ത് റോഡ് സൈഡിൽ നിന്നിട്ട് നേരെ വെളിച്ചം ഇങ്ങോട്ട് ദർശൻ്റെ ഉള്ളിലേക്കുണ്ട്. ദർശൻ്റെ മുകൾ നിലയിലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ആ കട്ടിലിൻ്റെ ചുറ്റുമാണ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ കാതോർത്തു, അതെ ആരോ നടക്കുന്നുണ്ട് ചുറ്റും, പക്ഷേ ആളെ കാണുന്നില്ല. ഒരു ചെറിയ കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ഞാൻ പേടിച്ചു. പക്ഷെ പെട്ടെന്നാണ് മനസ്സിലേക്ക് ഒരു കാര്യം വന്നത്. ആയത്തുൽ കുർസി, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇത് പറയുമ്പോഴേ അതിൻ്റെ ഒരു ഇപ്പോൾ പറഞ്ഞു പോകാൻ ടോട്ടൽ വിഷയത്തിൽ ഒഴുക്ക് പോകും, പിന്നെ പറയാം. അപ്പോൾ ആയത്തുൽ കുർസി, ഈ ആയത്തുൽ കുർസി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ നമ്മൾ പാരായണം ചെയ്ത, നമ്മൾ വായിച്ച മലയാള പരിഭാഷ വായിച്ചല്ലോ, ഫാത്തിഹ കഴിഞ്ഞ് മലയാള പരിഭാഷ വായിച്ച സൂറത്തുൽ ബഖറയിലെ ഒരു വചനാണ്, ഒരു സൂക്തം ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് വിശ്വാസം. സുന്നികൾക്കിടയിലുള്ള ഒരു വിശ്വാസമാണ്. മറ്റ് വിഭാഗക്കാരത് എടുക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇത് കയ്യിലുണ്ടെങ്കിൽ ഏതൊരു ജിന്നിനെയും, ജിന്നെന്ന് പറയുമ്പോൾ എന്താ ജിന്ന്, അത് ഈ പ്രേതം, ഭൂതം, മറുത എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ പറയുന്ന സംഗതികളൊക്കെ ഇസ്ലാമിൻ്റെ കണ്ടുള്ള ജിന്നാണ്. ജിന്ന് ഷെയ്ത്താൻ എന്നൊക്കെ പറയുന്നത് ഒരേ സംഗതി തന്നെയാണ്. മോശമാണെങ്കിൽ ഷെയ്ത്താൻ, നല്ലതാണെങ്കിൽ ജിന്ന്. ഈ പറയുന്നതിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് പ്രേതം, ഭൂതം, മറുത, ചാത്തൻ എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ ഏത് ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ജിന്നിൻ്റെ ഏത് തരത്തിലുള്ള ശല്യം ഉണ്ടെങ്കിലും ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആ ഒരു സംഗതി അങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ, അതങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തോടു കൂടി ചൊല്ലുകയാണെങ്കിൽ ഈ ഒരു ജിന്നിൻ്റെ പ്രഭാവം ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ തന്നെ ദഹിപ്പിച്ച് കളയാൻ പറ്റും, ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ആയത്തുൽ കുർസി ഓതാം. എന്നാൽ ആയത്തുൽ കുർസി ഈ ഒരു ജിന്ന് നേരെ മുമ്പിൽ വന്ന് നിന്നിട്ട് അങ്ങോട്ട് ഓതുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ജിന്നിനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അത്രക്ക് ധൈര്യമാണെങ്കിൽ നേരെ മുന്നിൽ വന്ന് നിൽക്കടാ എന്ന് ഞാൻ പറഞ്ഞതോട് കൂടിയിട്ട് കാറ്റും നിന്നു, സൗണ്ടും നിന്നൊക്കെ നിന്ന്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ എല്ലാം സ്വസ്ഥമായി, ശാന്തമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നി. എന്തോ അപ്പോൾ ഒരു സ്വസ്ഥത വന്നു. ഞാൻ ആ ഒരു ടെൻഷൻ, ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വല്ലാതെ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇതാണ് ഒന്നാമത്തെ സംഭവം. ഇനി രണ്ടാമത്തെ സംഭവം ഇതേ ദർസിൽ നിന്ന് സംഭവിച്ചൊരു സംഗതിയാണ്. എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്നത്, ഇതേപോലെ ദർസ് അവധിയുള്ളൊരു ദിവസമാണ്. എൻ്റെ ജൂനിയറായിട്ട് പഠിക്കുന്ന 2 കുട്ടികൾ അന്ന് അവിടെ ദർസിൻ്റെ പരിസരത്ത് ഏതോ വീട്ടിലെന്തോ ഒരു പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അവർക്കറിയാം ദർസിൽ ഞാൻ ഉണ്ടാവുള്ളൂ രാത്രി നമസ്കാരം കഴിഞ്ഞാൽ എന്ന് അവർക്കറിയാം. അങ്ങനെ ഇശാ നമസ്കാരം കഴിഞ്ഞ് അവർ എന്തോ മൗലിദിൻ്റെ പരിപാടിയാണ് എന്താണെന്നറിയില്ല, എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അവർ. അങ്ങനെ രാത്രി അവർ ദർസിലേക്ക് വന്നു. ദർസിലേക്ക് വന്ന് നോക്കുമ്പോൾ
ആകെ ഇരുട്ടാണ്. അങ്ങനെ അവർ ദർസിലേക്ക് എത്തി. ദർസിൻ്റെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് വിളിച്ചു. എന്നെ അന്ന് ചിലർ റഹ്ഷാ മൗലിയാർ എന്ന് വിളിക്കും, ചിലർ റഹ്ഷാൻ ഉസ്താദ് എന്ന് വിളിക്കും. അങ്ങനെ അതിലേതൊന്നാണ് അവർ വിളിച്ചത്. അത് വിളിച്ച ഉടനെ മുകളിൽ നിന്നും ആരോ വിളി കേട്ടു. മുകളിൽ നിന്ന് ആരോ വിളി കേട്ടു. അവർ ഉടനെ കയറി. അവർ ഉറപ്പിച്ചു ഞാനതിൻ്റെ മുകളിലുണ്ടെന്ന് ഉറപ്പിച്ചു. അവർ ചെന്ന് കയറി. 2ാം നിലയിൽ കയറി, 3ാം നിലയിലും കയറി. അവിടെ ഒന്നും ആരുമില്ല. കൂരിരുട്ടാണ്, ആരുമില്ല. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഖബർസ്ഥാനാണ്, അതായത് പള്ളിക്കാടാണ്. അപ്പോൾ അവർ ഉറപ്പിച്ചു ഇത് ജിന്നാണ്, പ്രേതമാണ് എന്നവർ ഉറപ്പിച്ചു. അങ്ങനെ അവർ ഇറങ്ങി ഓടി. അവർ നേരെ ദർസിൽ നിന്ന് നേരെ പുറത്തേക്ക് എത്തുമ്പോൾ എന്നെയാണ് കാണുന്നത്. അപ്പോൾ അവർ കൂടുതൽ പേടിച്ചു എന്നെ കാണുന്നതോട് കൂടിയിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല ഞാൻ അവരോട് ചോദിച്ചു എന്ത് സംഭവം, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ മനുഷ്യൻ തന്നെയാണെന്ന് മനസ്സിലായി. അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ട് ആകെ 2 നിലയും ആകെ ഒന്ന് അന്വേഷിച്ചു. 2 നിലയിലും ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് അവരുടെ വിളി കേട്ടത്? ഇല്ല. ഇതാണ് 2ാമത്തെ സംഭവം. ഇനി 3ാമത്തെ സംഭവം. 3ാമത്തെ സംഭവത്തിൽ ഇതേപോലെ തന്നെ ഒരു ദർസിൽ, അന്ന് ദർസ് അവധിയായ ദിവസമാണ്. ദർസ് ഒരു ഒറ്റപ്പെട്ട സ്ഥലം പോലെ ഒരു സ്ഥലത്താണ്. ചുറ്റും കുറച്ച് കാടൊക്കെ ആയിട്ട്, ചെറുതായിട്ട് കുറ്റിക്കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അന്ന് പള്ളിക്ക് ഡ്യൂട്ടിയുള്ള 2 പേരാണ്, 2 മൂല്യ കുട്ടികൾ ആണുള്ളത്, ദർസ് വിദ്യാർത്ഥികൾ. ഒരാൾ അത്യാവശ്യം മുതിർന്ന ഒരാളാണ്, ഒരു 19-20 വയസ്സ് അയാൾക്കുണ്ടാവും. കൂടെയുള്ള ആൾ ഒരു 15-16 വയസ്സുണ്ടാവും. അങ്ങനെ 2 പേരും രാത്രി നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 9-9:30 കൂടിയിട്ട് 2 പേരും 2 പള്ളികളിൽ നിന്നായിട്ട് അവിടെ ദർസിൽ വന്നുകൂടി. അപ്പോൾ അവർ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഈ ദർസ് കാലത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നതിൽ ദർസ് വിദ്യാർത്ഥികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ദർസ് കാലത്തുള്ള ഒരു പ്രധാന വിനോദങ്ങളിൽ ഒന്നാണ് ഈ ജിന്ന് കഥകളും അമാനുഷിക കഥകളൊക്കെ പറയാനുള്ളത്. അതിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് അങ്ങനത്തെ കുറേ പ്രേതകഥകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. അതിൽ കുറേ കേട്ടതുണ്ടാവും, കുറേ കെട്ടുകഥകളുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു വൈബുണ്ട് പള്ളി ദർസുകളിൽ. അങ്ങനെ ആ രീതിയിൽ സംസാരിച്ച് എൻജോയ് ചെയ്യുക. പിന്നെ ഇത് ദർസത്തെ കാര്യം മാത്രമല്ല കേട്ടോ, പലപ്പോഴും ഇങ്ങനെ കൂട്ടുകുടുംബങ്ങളുള്ള വീടുകളിൽ, ഇനി അതല്ലെങ്കിൽ ഓരോ വീടുകളിൽ ബന്ധുക്കൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ കുട്ടികൾ കസിൻസ് ഒരുമിച്ച് കൂടി രാത്രികളിൽ അങ്ങനെ നിരന്നിങ്ങനെ കിടക്കുന്ന സമയത്ത് അവർക്കിടയിലും ഇതൊരു വിനോദമായിരുന്നു. എൻ്റെ ഒരനുഭവത്തിൽ അങ്ങനെ ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കസിൻസ് ഒരുപാട് പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടി കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു പ്രേതകഥ പറയും, അങ്ങനെ അടുത്താൾ പറയും. അപ്പോൾ കൂടുതലായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ്, കേൾക്കാൻ പേടിയാണെങ്കിലും കൂടുതൽ പേർക്ക് ഇൻട്രസ്റ്റ് ഈ പ്രേതകഥകൾ കേൾക്കാനാണ്. അപ്പോൾ അങ്ങനെ കഥകൾ പറഞ്ഞ് അങ്ങനെ ഉറങ്ങും. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ശൈലി ഒരുപാട് പേർക്ക് പരിചയം ഉണ്ടാവും. ദർസിൽ ഇത് പ്രത്യേകിച്ചും അങ്ങനെ ഉണ്ടാവാറുണ്ട് പല ദർസുകളിലും. അപ്പോൾ ഈ ദർസിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ ദർസിൽ, ഈ ജൂനിയറായ വിദ്യാർത്ഥി സീനിയറായിട്ടുള്ള വിദ്യാർത്ഥിയോട്, സീനിയറായ വിദ്യാർത്ഥിനെ കുറച്ച് പേടിപ്പിക്കലാണ് ജൂനിയറായ വിദ്യാർത്ഥിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഈ ഒരു 9:30-10 മണി ആ ഒരു സമയമായിട്ടുണ്ടാവുള്ളൂ, രാത്രിയാണ്. അപ്പോൾ 2 പേരും ഒരുമിച്ച് കൂടി ഇങ്ങനെ ഈ പള്ളിയുടെ ഇവരുടെ ദർസിൻ്റെ ഒരു മൂലയിൽ ഇരിക്കുകയാണ്, ഇരുട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഇയാളിങ്ങനെ, ഈ ജൂനിയർ വിദ്യാർത്ഥി ഇങ്ങനെ കുറേ ജിന്ന് കഥകൾ ഇങ്ങനെ പറയാണ്. കുറേ ജിന്ന് കഥകൾ, പലതരം ജിന്ന് കഥകൾ. ഇവൻ കേട്ടും പല രീതിയിൽ കേട്ടും കണ്ടൊക്കെ പല രീതിയിൽ അറിഞ്ഞിട്ടുള്ള പല ജിന്ന് കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ടും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന സീനിയറിന് ഒരു കുലുക്കൊന്നുമില്ല. മൂപ്പരങ്ങനെ മൂളി കേൾക്കാന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഉടനെ ഇവൻ ചോദിച്ചു, അല്ല ഞാൻ കുറേ നേരമായല്ലോ
ഞാൻ കേട്ട് കേട്ട് പേടിച്ച കഥകളാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു കുലുക്കമില്ല, നിങ്ങൾക്ക് എന്താ പേടിയൊന്നുമില്ലേ എന്നൊരു ചോദ്യം. പെട്ടെന്ന് അപ്പുറത്തുനിന്നൊരു ചീറ്റയാണ് വന്നത്, ഒരു വലിയ അട്ടഹാസമാണ് വന്നത്. ഹഹ എന്ന് പറയുന്ന രീതിയിലൊരു അട്ടഹാസം. എന്നിട്ട് അവൻ്റെ പേര് വിളിച്ചു, അബ്ദുള്ള. എന്നിട്ട് ഒരു പേര് വിളിച്ചു. അബ്ദുള്ള അല്ല കേട്ടോ ആ കുട്ടീൻ്റെ പേര്, ഇത് ഒറിജിനൽ നടന്ന സംഭവമായതുകൊണ്ട് ആ കുട്ടീൻ്റെ പേര് പുറത്തു വിടേണ്ടത് എഴുതിയില്ല. അത് ആ ഒരു സൗണ്ടും ആ ഒരു ചിരിയും കേട്ടതോട് കൂടിയിട്ട് ആളെ ആകെ ഇങ്ങോട്ട് വെളുത്ത് അതൊരു വല്ലാത്ത അവസ്ഥയ്ക്ക് എത്തിപ്പെട്ട ആൾ. ഇതാണ് അടുത്ത സംഭവം. പിന്നെ ഇനി വേറൊരു സംഭവം. ഇത് ഈ സംഭവം നടക്കുന്നത് ഒരു ശ്മശാനത്തിലാണ് കേട്ടോ. ശ്മശാനം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഹിന്ദുസിനെ ഏത് ജാതിയാണെന്നൊന്നും അറിയില്ല, ഓരോ ജാതിക്ക് ഓരോ ശ്മശാനം അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ഹിന്ദുസിലുള്ള കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് കുഴിച്ചിടുകയും അതുപോലെ അതായത് ശവം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന, പിന്നെ അതുപോലെ ഇങ്ങനെ കത്തിക്കൊക്കെ ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉള്ളൊരു സ്ഥലം, അതിനടുത്ത് വിശാലമായൊരു റബ്ബർ തോട്ടം, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഒരിക്കൽ 3 പേര് മദ്യപിക്കാനിരുന്നു. അങ്ങനെ മദ്യപിക്കാനിരുന്ന് സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 7:30 കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ത്രിസന്ധ്യ എന്നൊക്കെ പറയില്ലേ, ഇരുട്ടിങ്ങനെ വരുന്നുണ്ട്. പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ അത്യാവശ്യം നല്ല ഇരുണ്ട സമയമായതുകൊണ്ട് എല്ലാം നന്നായിട്ട് ഇരുണ്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മദ്യപിക്കാൻ വേണ്ടിയിട്ട് സംഗതികളൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് 3 പേര്. ആ സമയത്താണ് കൂടുതൽ വരുത്താൻ ശ്രദ്ധിക്കുന്നത് ഈ വിശാലമായ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു തലക്ക് നിന്നിട്ട് ഒരു വെളുത്ത വസ്ത്രം വരുന്നു, ഒരു വെളുത്ത വസ്ത്രധാരി വരുന്നുണ്ട്. അപ്പോൾ ഒരു ആകെ പറന്ന രീതിയിൽ, അയാൾ അതുവരെ ആ രീതിയിലുള്ളൊരു വസ്ത്രധാരണം കണ്ടിട്ടില്ല. ആ രീതിയിലുള്ള ഒരു വൈറ്റ് ഇങ്ങനെ പറന്ന ഒരു സംഭവം, ഒരാൾ ഇങ്ങനെ വേഗത്തിൽ വരുന്നു, നല്ല കാറ്റുണ്ട് ആ സമയത്ത്. ആകെ പറന്ന ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരാളിങ്ങനെ വരികയാണ്. ഇയാളാകെ സ്തംഭിച്ച് അതങ്ങനെ വന്ന് അവരുടെ അടുത്ത് കൂടെ കടന്ന് പോയിട്ട് നേരെ ശ്മശാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത് അപ്രത്യക്ഷമായി. ഇവർ 3 പേരും ഇത് കണ്ടു, അവർ പേടിച്ചു. ഇതാണ് മറ്റൊരു സംഭവം. ഇനി അടുത്തൊരു സംഭവം. ഇത് ഈ ഒരു പറഞ്ഞ ശ്മശാനത്തിന് അപ്പുറത്ത് തന്നെ ഒരു സെമിത്തേരി ഉണ്ട്. ഈ സെമിത്തേരിൻ്റെ അടുത്ത് നടന്ന സംഭവം അത്. ഈ സെമിത്തേരിൻ്റെ അടുത്ത് തന്നെ വേറൊരു സംഭവമുണ്ട്. സെമിത്തേരിൻ്റെ തൊട്ടടുത്ത്, സെമിത്തേരി എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവം അടക്കുന്ന സ്ഥലം. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബ്രഹ്മരക്ഷസിനെ തളച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു അമ്പലമാണ്. ഇതിനിടയിലൂടെ ഒരു വഴി. ഒരു ദിവസം ഒരു 7ാം ക്ലാസ്സുകാരന് ഒട്ടും നിവൃത്തിയില്ലാതെ അതിൽ വരേണ്ടി വന്നു രാത്രി. പൊതുവെ എല്ലാവരും രാത്രി യാത്ര അതിൽ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ അന്ന് അങ്ങാടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മ അവനെ പറഞ്ഞയച്ചു. എന്നാൽ റോഡിലൂടെ നേരായ മാർഗത്തിലൂടെ വന്നേക്കരുത് എന്ന് പറഞ്ഞു. കാരണം റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അവൻ്റെ ഉപ്പ റോഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേറെ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ വേറെ നിവൃത്തിയില്ല, ഈ സാധനങ്ങൾ കിട്ടണമെങ്കിൽ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടിയെ പറഞ്ഞ് ചട്ടം കെട്ടി. അപ്പോൾ കുട്ടി പറഞ്ഞു, ഓക്കെ ഞാൻ ഏറ്റുമ്മ എന്നൊക്കെ പറഞ്ഞ് അവൻ സാധനമൊക്കെ വാങ്ങി വരുമ്പോഴാണ് ആലോചിക്കുന്നത് ഈ വഴിയല്ലാതെ, റോഡിലൂടെ അല്ലെങ്കിൽ പിന്നെ ഈ വഴിയല്ലാതെ ഇല്ല. ഇവൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയൊരു വെളിച്ചാണുള്ളത്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആളെന്ത് ചെയ്തു, ഈ വഴിയിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു സ്കൂളിൻ്റെ സൈഡിലുള്ള ഒരു കാട്ടിലൂടെ, കാട് പോലുള്ള വഴിയിലൂടെ വേണം പോകാൻ. ആ വഴിയുടെ ഒരു ഭാഗമാണ്, അതായത് ഇവൻ്റെ വീടിൻ്റെയും ഈ വഴിയുടെയും ഒക്കെ
ഒരു നടുവിലായിട്ട് മധ്യഭാഗത്തായിട്ടാണ് ഈ ഒരു പറഞ്ഞ സെമിത്തേരിയും ഈ പറഞ്ഞ അമ്പലമൊക്കെ ഉള്ളത്. അങ്ങനെ ഇവൻ ഒരു വിധത്തിൽ ഈ മങ്ങിയ വെളിച്ചമായിട്ട്, വെളിച്ചം ഏതാന്ന് വെച്ചാൽ ലൈറ്റർ ടോർച്ച് അറിയോ, ലൈറ്റർ ഉണ്ടല്ലോ വിളക്ക് കത്തിക്കുന്ന ആ ലൈറ്ററിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചെറിയ ടോർച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുമല്ലോ, അത്തരം ടോർച്ച് കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നടന്ന് ഈ ബ്രഹ്മരക്ഷസിൻ്റെ ആ ഒരു ഏരിയക്ക് എത്തി. ബ്രഹ്മരക്ഷസിൻ്റെ തളച്ചതെന്ന് പറയപ്പെടുന്ന സെമിത്തേരിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഏരിയക്ക് എത്തി. ആ ഒരു ഏരിയയിലേക്ക് എത്തി അവനിങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ അതാ മുമ്പിലൊരു വെളുത്ത രൂപം. ഇതാണ് എടുത്ത കഥ. സംഭവമാണ് കേട്ടോ, സംഭവിച്ച സംഭവങ്ങളാണ്. പിന്നെ അതേപോലെ വേറൊരു സംഗതി ഉണ്ട്. ഇത് ഓക്കെ, ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരിക്കൽ ഒരാളുടെ അല്ലെങ്കിൽ വേണ്ട ആ സംഭവം പറയണ്ട, അല്ലെങ്കിൽ പറഞ്ഞു വന്നിന്. അതായത് ആളുടെ ഉമ്മ മരിച്ചു. അപ്പോൾ മകൻ നാട്ടിലില്ല. മകനൊരു കോളേജിൽ പഠിക്കാൻ പോയില്ല. അങ്ങനെ മകനെ വിളിച്ചു പറഞ്ഞു, ഉമ്മ മരിച്ചിട്ടുണ്ട്, അപ്പോൾ നീ പെട്ടെന്ന് തന്നെ എത്തണം എന്ന് അറിയിച്ചു. അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഏകദേശം മകനെത്തണമെങ്കിൽ ഒരു 4-4:30 ആ ഒരു സമയമാകും എന്നറിഞ്ഞു. അങ്ങനെ അങ്ങാടിയിലെത്തി. അങ്ങാടിയിലൊരു ഇരുട്ടിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ആളിങ്ങനെ മകനെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നാണ് ഒരു ആളിങ്ങനെ വരുന്നൊരു വെളുത്ത വസ്ത്രധാരി വരുന്നു. പൊതുവേ ഈ ജിന്നുകളുടെ ഒരു വസ്ത്രം, ഇങ്ങനെ വെളുത്ത വസ്ത്രം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് സലാം പറഞ്ഞു. ആ ഒരു ഇരുട്ടിലേക്ക് തന്നെ തേടി വന്ന ആ വെള്ള വസ്ത്രധാരിയെ കണ്ട് ഇയാളൊന്ന് പേടിച്ചു. ഇനി അടുത്ത സംഭവം, ഇത് തേര് എന്ന് പറയുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ കേട്ടോ. കഥയുടെ സംഭവമാണ്. തേര് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, അത് എൻ്റെ ഒരു അറിവ് പറഞ്ഞുതരാം. ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലത്തിലേക്ക് ആ ഒരു അമ്പലത്തിൽ, അതായത് ഒരമ്പലത്തിൽ പ്രതിഷ്ഠയായിട്ടുള്ള ശക്തി മറ്റേ അമ്പലത്തിലേക്ക് പോകുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ ക്ലീൻ ആയിരിക്കണം. അല്ല, ആ വഴിയിൽ വീട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീടിന് അതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നു. എന്നാൽ അതിൽ ചില ദ്വാരങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ ആ ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെയാണ് പറയുക. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീടെടുത്ത് ഒരു രാത്രിയിലാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റി നേരം വെളുക്കാറായപ്പോഴാണ് ഇവരുടെ സുഹൃത്തുക്കളാണ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്ത് വീടിങ്ങനെ നടന്ന് നോക്കുന്ന സമയത്ത് നേരം പുലർന്നപ്പോഴാണ് കാണുന്നത് വീടാകെ ഓരോ ചുമരിൽ ഓരോ ഓട്ടയാണ്, എല്ലാ ചുമരിനും ഓട്ടകളാണ്. അപ്പോൾ ആൾക്ക് മനസ്സിലായി, ആൾ ഇങ്ങനെ കുറച്ച് ഇത്തരം വിശ്വാസങ്ങൾ മാറ്റി ഇടപഴകിയിട്ടുള്ള ആളായതുകൊണ്ടേ ആൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് തേര് പോകുന്ന വഴിയിലുള്ള വീടാണ്. അപ്പോൾ തേരിൻ്റെ ഒരു ശല്യമില്ലാതിരിക്കാൻ വേണ്ടി തുറച്ചു വെച്ച ഓട്ടകളാണ് എന്ന് മനസ്സിലായി. ഓട്ടാനെ പറഞ്ഞു, ഈ വീട് ശരിയല്ല. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഈ വീട് ശരിയല്ല, ഇതിങ്ങനെ തേര് പോണ വീടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ വിളിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈ ഒരു 3 ദിവസം അവിടെ നിന്നോക്ക്, 3 ദിവസം നിന്നിട്ട് അതിനെ തേരോ എന്താ വെച്ചാൽ പിടിച്ച് എന്നോട് പറയും എന്ന് പറഞ്ഞു. 3-ാമത്തെ ദിവസം ആളുടെ വേറൊരു ഫ്രണ്ട് ആളുടെ കൂടെ ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്ന്. അങ്ങനെ രാത്രി ആൾക്ക് തയ്യലാണ് പണി, ടൈലറിങ് ആണ്. അപ്പോൾ കുറച്ചധികം തയ്ക്കാനുണ്ട് ഡ്രസ്സ്. അപ്പോൾ ഈ ഡ്രസ്സുകൾ കുറച്ചധികം തയ്ക്കാനുള്ളതുകൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ
തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരുപാട് വൈകി. ഏകദേശം നേരം പുലരാറായ സമയത്ത് ഈ ഫ്രണ്ട് അങ്ങോട്ട് തളർന്നു. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് തളർന്നു. വളരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് തളർന്നു. ശരീരം വല്ലാത്തൊരു വിറ പിടിക്കുന്നൊരവസ്ഥയിലൊക്കെ പോയി. ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു എൻ്റെ സുഹൃത്തിനെ വിളിച്ചു, പേടിച്ച് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അതൊരു കഥ. പിന്നെ മറ്റൊരു കഥ. ഇതിൽ ഈ കഥക്ക് കുറച്ച് പഴക്കമുണ്ടെങ്കിലും ഇത് പറഞ്ഞ ആളുടെ ഇമ്പാക്റ്റ് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഞാൻ ഇങ്ങനൊരു സംഭവം കേട്ടിട്ട് ഒന്നായിട്ട് ഉള്ളിലൊരു പേടി വന്ന അയാളുടെ നരേഷൻ വല്ലാത്തൊരു നരേഷനായിരുന്നു. മഞ്ചേരിയാണ് സംഭവം. മഞ്ചേരി ഞാൻ ഈ ആളെ കാണുന്നത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് ചില സംഭവങ്ങളായിട്ട് ചില വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് സെയിൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കണ്ട ആൾ എന്നോട് നാടൊക്കെ ചോദിച്ചു. അപ്പോൾ മഞ്ചേരിക്ക് അറിയാമെന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു മഞ്ചേരി അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു മഞ്ചേരിയിൽ നിനക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ പറഞ്ഞ അനുഭവം എന്താണെന്ന് വെച്ചാൽ മഞ്ചേരി ആൾ നിന്നിരുന്നൊരു വീടുണ്ടായിരുന്നു. ഏകദേശം 1-2 മാസം അവിടെ നിന്നു. അതിനിടയിൽ ഒരിക്കൽ അടുത്തുള്ള അങ്ങാടിക്ക് എന്തോ ആളുടെ സുഹൃത്തും കൂടെ നിൽക്കുന്നത്. ആളുടെ സുഹൃത്ത് എന്തോ സാധനം വാങ്ങിക്കാൻ എന്തോ അങ്ങാടിയിലേക്ക് പോയി. അപ്പോൾ അങ്ങാടിയിൽ ആ കടക്കാരൻ ചോദിച്ചു, അല്ല നിങ്ങൾ എവിടെ നിൽക്കുന്നത്, എവിടെ താമസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇന്ന ഏരിയയിലുള്ള വീടാണ് എന്ന് പറഞ്ഞു. ഉടനെ കടക്കാരൻ പറഞ്ഞു ആ വീടത്ര ശരിയായ വീടല്ലല്ലോ, അവിടെ ഒരു ആത്മഹത്യയൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ആളുകൾ ചിലതൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇയാളാകെ പേടിച്ച് പിന്നെ ഒരാശ്വാസം. ഇത്രയും ദിവസങ്ങൾ അവിടെ വന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, പിന്നെന്താ പേടിക്കണം എന്നുള്ളൊരാശ്വാസം കൊണ്ട് ആൾ പിന്നെ തിരിച്ച് സ്വയം ആശ്വസിച്ച് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി നല്ല ഉച്ച സമയമാണ്. ആളിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോണ്ട് വീടിൻ്റെ അകത്തളത്തിൽ ഒരു സ്ത്രീ മുടി ചെയ്യുക. ഇത് കണ്ടോടുകൂടിയിട്ട് ആളെ എല്ലാ കൺട്രോളും പോയി. ആൾ അവിടുന്ന് ഓടി. ഇത് സംഭവം ഇത്രയും സംഭവങ്ങൾ ഇത് ഈ കഥ കേട്ടവരുടെ സമയം പോയോന്നും എനിക്കറിയില്ല. എൻ്റെ തള്ള് ഈ സമയം കേട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രാഗമൊന്നും എനിക്കറിയില്ല. ഏതായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കാം. സെക്കൻഡ് ഹാഫിൽ പറയാനുള്ളത് ഈ കഥകളുടെ എല്ലാം ഉള്ളുകള്ളികളാണ് കേട്ടോ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കഥ ഉണ്ടല്ലോ, അതായത് ഈ ആയത്തുൽ കുർസി ഞാൻ ഓതാമെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ഞാൻ ജിന്നിനോട് പറഞ്ഞു, നീ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വാ എന്ന് ഞാൻ പറഞ്ഞു. ആ സംഭവം അതിൽ പിറ്റേ ദിവസം ഞാൻ അതിന്മേൽ അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചില്ല. അങ്ങനെ തന്നെ അങ്ങോട്ട് വിടാനൊന്നും ഞാൻ തീരുമാനിച്ചില്ല. ഞാൻ 1 മിനിറ്റ്, ഞാൻ ഈ കാര്യത്തിനെ അങ്ങനെ ചുമ്മാ വിടാതെ ഞാൻ പിറ്റേ ദിവസം എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, രാത്രി അവിടെ നിന്നെങ്കിലും മേലെ നിന്നെങ്കിലും സൗണ്ട് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ആ സൗണ്ടൊക്കെ ഉണ്ടായാലുണ്ട്, അത് ഈ എലിയാളെ വല്ലാതെ ഇങ്ങനെ ഓടിക്കളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ജിന്ന് എന്നുള്ളത്. സംഗതി അവിടെ എലിശല്യം വളരെ കൂടുതലാണ് മുകളിലെ നിലയിൽ. പിന്നെ ആ നേരത്തുള്ള കാറ്റ് എന്നുള്ളത് ഫാനപ്പോൾ കറങ്ങുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഈ ഒരു സമയത്ത് കോയിൻസിഡൻഷ്യലായിട്ട് ഒന്നിൽ കറണ്ട് പോയതാവാം, അതല്ലെങ്കിൽ എൻ്റെ തോന്നലും ആവാം. അത്രേ അവിടെ സാധ്യത ഉള്ളൂ. കാരണം പിന്നെയും തുടർന്ന് എത്രയോ ദിവസങ്ങളിൽ ഞാൻ അവിടെ കിടന്നിട്ടുണ്ട്. ഈ എലിശല്യം അല്ലാതെ വേറൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഒരു സംഗതി ഉണ്ടായില്ല, ഫേസ് ചെയ്യേണ്ടി വന്നില്ല.
പിന്നെ ഇത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ളതിനൊക്കെ ഒരു ഹിൻഡ് കിട്ടും, ഇതാദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കുരുക്കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അഴിക്കാതിരിക്കാനാണ് ഞാൻ ഈ സംഭവങ്ങളുടെ ആദ്യ പകുതി മാത്രം പറഞ്ഞത്. ഇനി സെക്കൻഡ് ഹാഫിലെ എല്ലാ കഥയുടെ രണ്ടാം പകുതിയാണ്. ഇനി ദർസ് കുട്ടികൾ, അതായത് എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള കുട്ടികൾ കേട്ട ആ ഒരു പ്രേതത്തിൻ്റെ ശബ്ദത്തിനെ കുറിച്ച് പറയാം, അതായത് ജിന്നിൻ്റെ ശബ്ദം. അവിടെയുള്ള കുട്ടൻസും ഞാൻ തന്നെ കണ്ടെത്തി. അന്ന് ഞങ്ങളന്ന് തിരഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി അവരെന്താണ് കേട്ടത് എന്നുള്ളത്. അത് ഈ ദർസിൻ്റെ തൊട്ട് ചാരി, ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ സംഭവങ്ങൾ അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ചിലർക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന ദർസ് ഏതാണെന്നൊക്കെ. ഈ ദർസിനോട് തൊട്ട് ചാരിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അതായത് ഈ ദർസിൻ്റെ പള്ളീൻ്റെയൊക്കെ ബിൽഡിങ്ങിൽ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടൽ ദർസിൻ്റെ ഒരു ചുമരിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചില സംഗതികളൊക്കെ താഴത്തെ നിലയിലേക്ക് വിളിച്ച് ചോദിക്കുകയും താഴ്ന്ന് ചോദിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഉത്തരം പറയുകയൊക്കെ ചെയ്യും. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു പ്രതിധ്വനി ദർസിൻ്റെ ഉള്ളിൽ വരും, ഇങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ. അപ്പോൾ ഇവർ കേട്ടത്, ഇവർ വിളിക്കുന്ന സമയത്ത് ഇവിടെ മുകളിൽ ഈ ഹോട്ടലിൻ്റെ മുകൾ നിലയിലുള്ള ആൾ വിളി കേട്ടത് മറ്റേ ഹോട്ടലിലുള്ള ആളോട് വിളി കേട്ടത് ഇവർ കേൾക്കുമ്പോൾ ഇവർക്ക് വിളി കേട്ട പോലെയാണ് തോന്നിയത്. ഇവർ വിളിച്ച വിളിക്ക് വിളി കേട്ട പോലെ തോന്നി. അങ്ങനെ പേടിച്ചതാണ് സംഭവം. ഇനി മൂന്നാമത്തെ സംഗതിയിൽ സീനിയറായ വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു. സംഗതി ഞാൻ ആ ചെയ്തൊരു ക്രൈമാണെന്നൊന്നും എനിക്കറിയില്ല. ആ ഒരു വിദ്യാർത്ഥി എന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പല കഥകളും എന്നോട് പറഞ്ഞ്. പക്ഷെ ഞാൻ പേടിച്ചില്ല. പകരം ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അവന് ഇതൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്ന അവനെത്രത്തോളം ധൈര്യമാണെന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചിരിച്ചിട്ട് ആളെ പേര് വിളിച്ചാണ്. ആൾ പേടിച്ച്. ഞാൻ അപ്പം തന്നെ ആളെ പുറത്തൊക്കെ തട്ടി. ഞാൻ പറഞ്ഞു, എടാ ഇത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേക്ക് ആളൊന്ന് പേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ശ്മശാനത്തിൽ കണ്ട ജിന്ന്, കുടിയന്മാർ കണ്ട ജിന്ന്, ആ ജിന്നും ഞാൻ തന്നെയായിരുന്നു. അത് പിന്നെ ഒരു ആ നാട്ടിലതൊരു സംസാര വിഷയം. അതൊക്കെ ഞാൻ പിന്നീട് പിന്നെ ആ വഴി വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത്, ദർസ് പഠനത്തിൻ്റെ തുടക്കകാലത്ത് ഒരിക്കൽ ഇങ്ങനെ നാട്ടിലെ ലൈബ്രറിയിൽ അവധിക്ക് വന്നപ്പോൾ, ദർസിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ നാട്ടിലെ ലൈബ്രറിയിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങുന്നത് ഒരു കുറുക്ക് വഴിയിലൂടെയാണ്. ഈ കുറുക്ക് വഴി ഈ ഒരു റബ്ബർ തോട്ടത്തിലൂടെ പോയാലാണ്. ഒരു വലിയ റബ്ബർ തോട്ടത്തിലൂടെ പോകണം. റബ്ബർ തോട്ടത്തിലൂടെ പോകുമ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിട്ട് വലിയ കുറേ റബ്ബർ തോട്ടങ്ങളും അതിൻ്റെ ഏകദേശം നടുവിലായിട്ടൊരു ശ്മശാനം സെമിത്തേരി ഇതൊക്കെ പറഞ്ഞ് കുറേ അടുത്തടുത്ത് ഇങ്ങനെ ഓരോ ശവപ്പറമ്പുകളുണ്ട്. അപ്പോൾ അതിനടുത്ത് കൂടെ വേണം പോകാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ വെള്ളക്കുപ്പായത്തിലാണ് ഉള്ളത്. എന്ന് മാത്രമല്ല, ഞാൻ തലയിൽ കെട്ടല്ല ചെയ്തിട്ടുള്ളത്, ഷാളിങ്ങനെ ആ തലക്കെട്ട് ഇങ്ങനെ പൊതിച്ചിട്ട് ഇങ്ങനെ പ്രത്യേക രീതിയിൽ പൊതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തോളിലൂടെ ഇട്ടിട്ട്, പിന്നെ എൻ്റെ ജുബ്ബ എന്ന് പറയുന്നത് അന്ന് മുട്ട് വരെ എന്നുള്ളതാണ്. അത് ഓരോ സ്ഥാപനത്തിന് ഓരോ രീതിയിലാണ് യൂണിഫോം ഉണ്ടാവുക. ഈ ഒരു ദർസിലെ വെള്ളക്കുപ്പായ ആണെങ്കിൽ തന്നെ. അപ്പോൾ എൻ്റെ അത് മുട്ട് വരെ നീളുന്ന കുപ്പായാണ്, പിന്നെ തുണി. അപ്പോൾ അന്ന് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്, നല്ല കാറ്റാണ്. അപ്പോൾ ഞാൻ ആ ഇരുട്ടിലൂടെ അന്ന് ലൈബ്രറിയിൽ വായിച്ചിരുന്നിരുന്ന സമയം പോയത് ഞാൻ അറിയാതിരുന്നതാണ്. ഞാൻ അറിഞ്ഞില്ല സമയം പോയത്. പിന്നെ ബാങ്ക് കേൾക്കില്ല, ആ ഒരു സ്ഥലത്തേക്ക് ബാങ്ക് ശരിക്കും കേൾക്കില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, അത്രയും വൈകിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ മഴയൊക്കെ കടന്നു പോയല്ലോ എന്നുള്ളൊരു ബേജാറ് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വസ്ത്രമൊക്കെ ആകെ ആടി കൊല്ലുന്നുണ്ട്. നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എന്നിട്ടുള്ളത്. ഇങ്ങനെ ഭയങ്കര പാകം നോക്കൊന്നുമില്ല, അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ലൂസായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതൊന്നായിട്ട് ഇങ്ങനെ കാറ്റിൽ ആടി ഉലയല്ലേ. അപ്പോൾ ഈ ഒരു ആടി ഉലയുന്ന ഈ ഒരു വസ്ത്രധാരണവും കാര്യങ്ങളും, പിന്നെ ആ നേരത്ത് അതിലെ മറ്റാരും പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണല്ലോ ഇവർ കൂളായിട്ട് അവിടെ ഇരുന്നിട്ട് മദ്യപിക്കുന്നത്. എന്നാൽ അവർ പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞെട്ടിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ശ്മശാനത്തിൻ്റെ ഭാഗത്തേക്കും എത്തിയപ്പോൾ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ അവിടുന്ന് പോവുകയും ചെയ്തു. അതായത് ശ്മശാനത്തിൻ്റെ ഇടയിൽ കൂടെ വേണം, ശ്മശാനത്തിൻ്റെ തൊട്ടടുത്ത് ചാരിയിട്ടാണ് ഈ വഴി വീട്ടിലേക്കുള്ളത്. അങ്ങനെ ഞാനതിൽ കടന്നു പോവുകയും ചെയ്തു. പിന്നീട് ഒരു തവണ കൂടി ഇതേപോലെ ഞാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് മടങ്ങി വരുന്ന വഴി, ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയുടെ തുടക്കത്തിൽ
കുറച്ച് നാട്ടുകാരികളായിട്ടുള്ള സ്ത്രീകൾ കൂടി നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ പലരും ഈ ഏകദേശം ഈ ഇരുട്ടാൻ ഉള്ള ഒരു സമയത്ത്, ഇരുട്ടാനാകുന്ന ഒരു സമയത്ത് പലപ്പോഴും ഞാൻ ആ വഴിയിലൂടെ ലൈബ്രറിയിൽ നിന്ന് മടങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ആളിതിൽ പോവാറുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ തക്ക സമയത്താണ് ഞാനതിൽ പാസ് ചെയ്യുന്നത്. ഉടനെ തന്നെ അവർ പറഞ്ഞു ഇതാ ഇയാളാണ് അയാൾ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു ആളുണ്ട്, ഒരു ലേഡി ഉണ്ട്, ഒരു സ്ത്രീ ഉണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പറയണം. അപ്പോൾ അവരോട് ചൂണ്ടിക്കാണിച്ചു ഇതാ ഈ ആളാണ് പോകാറുള്ളത് എന്ന് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആ സമയത്ത് ഇവരെ വകഞ്ഞു മാറ്റി ആ കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ വരികയാണ്. അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് എൻ്റെ മുഖം കണ്ട ഉടനെ എന്നോട് അവരോട് പറഞ്ഞു ഇതെൻ്റെ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ബയോളജിയുടെ ടീച്ചറായിരുന്നു. ആ ടീച്ചറെ ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തു പോവാണ്. ആൾ മരിച്ചുപോയി. വളരെ സ്നേഹമുള്ള ടീച്ചറായിരുന്നു. ഏതായാലും ആ ടീച്ചറെ എന്നെ തിരിച്ചറിഞ്ഞു. ടീച്ചർക്ക് വലിയ അത്ഭുതം. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറിൻ്റെ വീട് ഈ ഒരു ഭാഗത്തിലൂടെ പോയി കഴിഞ്ഞാലാണ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു ഇതിൽ പോയാലും എവിടെ? ഞാൻ സ്ഥലപ്പേരൊക്കെ പറഞ്ഞു, ആ ലൊക്കാലിറ്റി എങ്ങനെയാണ് വരുന്നതൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരു നാട്ടുകാരാണല്ലേ, ഈ റബ്ബർ തോട്ടമാണ് നമ്മളെ വിഭജിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ കഥ വേറൊരു സെമിത്തേരി കഥ അല്ലേ. അതിലും ആ 7ാം ക്ലാസ്സുകാരൻ ഞാൻ തന്നെയായിരുന്നു. ഞാൻ ഫേസ് ചെയ്തതാണ് ഈ ഒരു അനുഭവം. ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ടോർച്ച് അടിച്ചിങ്ങനെ വരുമ്പോൾ ആ ഒരു ബ്രഹ്മരക്ഷസിനെ തളച്ചെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അങ്ങനെ കേട്ടുപരിചയമുള്ള സ്ഥലമാണ്. സെമിത്തേരിൻ്റെ ഒരു സൈഡ് ഭാഗമാണ്, ഒരു വശമാണ്. അതായത് ഒരു ഭാഗം വലിയൊരു സെമിത്തേരി അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ ഒരു വെളുത്ത രൂപം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. പക്ഷേ പെട്ടെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നു. ഉമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു എന്തെങ്കിലും കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടാനും നിൽക്കരുത്, ഒന്ന് സൂക്ഷിച്ച് നോക്കണം, ഒന്നൊന്ന് വെളിച്ചടിച്ചതൊന്ന് സൂക്ഷിച്ച് നോക്കണം. എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടോ പറഞ്ഞേ. അല്ലാതെ ഒരു പുലിയൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അക്രമാസക്തനായ എന്തെങ്കിലും നേരെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി നിൽക്കാനല്ല. ഇത്തരത്തിലെന്തെങ്കിലുള്ളൊരു സംഭവത്തിൻ്റെ ഈ പ്രേതം ഭൂതം ജിന്ന് എന്ന് പറയുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഒന്നും കൂടെ നിന്ന് നോക്കുമ്പോൾ അതൊരു അവിടെ തന്നെ സൈഡിലുള്ള ഒരു മതിലിൻ്റെ തുടക്കമാണ്, ഒരു ഗേറ്റിൻ്റെ തൂണാണ്. അത് നല്ല വെളുത്തൊരു പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചാണ്. ഓൾറെഡി പേടിയുണ്ടല്ലോ. പിന്നെ ഈ തേര് പോകുന്ന ആ ഒരു വഴിയിലുള്ള ഒരു വീട്ടിൽ എൻ്റെ സുഹൃത്ത് താമസിച്ചത് പറഞ്ഞില്ലേ, ആ ഒരു സംഭവത്തിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം ഈ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ ഉടനെ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു നിൻ്റെ സുഹൃത്തിന് മെൻ്റലി അതായത് മാനസികമായ എന്തെങ്കിലും തളർച്ച ഉണ്ടായിരുന്നോ, മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ആൾ ഫേസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേ ഉണ്ട്. ഞാൻ ചോദിച്ചു വളരെ ടയേർഡായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ വളരെ ടയേർഡായിരുന്നു. ഫുഡ് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആൾ നന്നായി മദ്യപിച്ചിട്ടുണ്ട്, ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല തളർച്ച ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നും പേടിക്കണ്ട, തേരൊന്നുമല്ല, ഇത് സംഭവം ഹെൽത്ത് കണ്ടീഷൻ്റെ സംഗതി തന്നെയാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ ആളന്ന് അഡ്മിറ്റാക്കി പിന്നെ ഡോക്ടറും പറഞ്ഞു ഇത് ഹെൽത്ത് കണ്ടീഷനാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതോടുകൂടി ആൾക്ക് സമാധാനമായി. ഇപ്പോഴും ആ വീട്ടിൽ സ്വൈര്യമായി ജീവിക്കുന്നു. ഒരു തേരോ അല്ലെങ്കിൽ വേറെ സംഭവമൊന്നും ഇതുവരെ ആൾ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ വേറൊരു സംഗതിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഒരു മകൻ അല്ലേ, ദൂരെ ഇവിടെ പഠിക്കാൻ പോയ മകനെ കാത്തു നിന്നയാൾ കണ്ട ജിന്ന്, അത് സംഭവം ആ ജിന്നും ഞാൻ തന്നെയായിരുന്നു. അത് എൻ്റെ ഉപ്പയാണ് എന്നെ കാത്തു നിന്നത്. എൻ്റെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു ഞാൻ ദർസിലേക്ക് പഠിക്കാൻ പോയതാണെന്നുള്ളതൊന്നും. ആദ്യമായിട്ട് എൻ്റെ ഉപ്പ എന്നെ വെളുത്ത ഡ്രസ്സിൽ കാണുന്നത്, ഈ ഒരു തലയിക്കെട്ടും ആ ഒരു അയഞ്ഞ ആ ഒരു വെളുത്ത ആ ഡ്രസ്സും അതിലെന്നെ കാണുന്നത് ആ ഇരുട്ടിൽ അന്ന് ആദ്യമായിട്ട് ആണ് കാണുന്നത്. അന്ന് ഒരു പുലർച്ചെ 4-4:30 സമയത്ത് ഉപ്പ എവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളതെന്നുള്ള എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ബസ് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ആ ഇരുട്ടിലേക്ക് നേരെ കയറി ചെന്നപ്പോൾ പെട്ടെന്ന് ഉപ്പന്നെ കണ്ട് പേടിച്ച്. ഞാൻ പിന്നെ സലാം പറഞ്ഞ സമയത്ത് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്ക് മനസ്സിലായി ഞാനാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നീട് ഇപ്പോൾ പറഞ്ഞു ഞാൻ നിന്നെ കണ്ട സമയത്ത് ഞാൻ ജിന്നാണെന്നാണ് കരുതിയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശയോട് കൂടിയിട്ട് അന്ന് കുറച്ച് ദിവസം ഇപ്പോൾ എന്നോട് മിണ്ടിയില്ല. കാരണം ഞാൻ അവരോട് പറയാതെ ദർസിലേക്കല്ലേ പോയത്.
പക്ഷേ എന്നാലും പിണക്കം കുറേയൊക്കെ കുറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാലം ഇപ്പോൾ പിണങ്ങുമായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ ആയതുകൊണ്ട്, അതായത് സാഹചര്യം എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഉപ്പാൻ്റെ ഉമ്മാനെ മയത്ത് കിടത്തിയിട്ടുള്ളത് അന്ന് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ്. അപ്പോൾ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ചർച്ച നടക്കണം, ആരും മയ്യത്ത് നമസ്കാരത്തിന് ഇമാമ് നിൽക്കും, ഇതാണ് ചർച്ച. അപ്പോൾ മക്കൾ നിൽക്കണം, ഏറ്റവും അടുത്ത ബന്ധുക്കൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു ഉസ്താദ്. അപ്പോൾ അതിപ്പോൾ ആരും നിൽക്കാൻ പറ്റില്ല, ആരുമില്ലല്ലോ എന്നുള്ളൊരു ബേജാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എൻ്റെ മാസ് എൻട്രി അങ്ങോട്ട്. അപ്പോൾ ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല, ഒരു വെളുത്ത കുപ്പായം ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കാരണം ആർക്കും അറിയില്ല ഞാൻ ദർസിലേക്ക് പോയതാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഞാൻ ഈ വെള്ളക്കുപ്പായിട്ടാണ് കയറി ചെല്ലുമ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി ഞെട്ടലോടുകൂടി എന്നെ അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ മൂല്യർ ചോദിച്ചു, ഇതാരാ? അപ്പോൾ ഉപ്പാൻ്റെ ഏട്ടൻ പറഞ്ഞു, അനിയൻ്റെ മകനാണ്. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഓ ഇവൻ തന്നെ മതിയല്ലോ, ആളുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ആ ചർച്ച അവിടെ നിന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ടായ മരണാനന്തര കർമ്മങ്ങളിൽ ഇങ്ങനെ മൗലിദ്, അതുപോലെ തെഹ്ലീൽ ചെല്ലുക, അങ്ങനെ 70,000 തെഹ്ലീൽ ചെല്ലണ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ 70,000 പ്രാവശ്യം ചെല്ലുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്കൊക്കെ പിന്നെ ഞാൻ തന്നെയായിരുന്നു മെയിൻ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിണക്കം കുറേയൊക്കെ കട്ടി കുറഞ്ഞു. ആ പിണക്കത്തിന് വേറെ ഏതെങ്കിലും സാഹചര്യത്തിലാണ് തിരിച്ചറിഞ്ഞതെങ്കിൽ ചിലപ്പോൾ ആ പിണക്കം കുറച്ചധികം കാലം നീണ്ടു നിന്നേനെ. ഏതായാലും അതുണ്ടായില്ല. പിന്നെ ഞാൻ പറഞ്ഞ മഞ്ചേരിയിലെ പ്രേതം, മഞ്ചേരി വീട്ടിലെ പ്രേതം, അതിൻ്റെ രണ്ടാം പകുതി എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ പേടിച്ചിട്ട് പിന്നെയാണ് അയാൾ ആ പ്രേതത്തിനെ കാണുന്നത്. പേടിക്കുന്നതിന് മുമ്പ് അയാൾ ആ വീട്ടിൽ താമസിച്ചിട്ട് അയാളെ സുഹൃത്ത് ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് പേടിയാണ് അവിടെ ആ ഒരു തോന്നലുണ്ടായി. പിന്നെ നട്ടുച്ചയാണല്ലോ, ഈ നട്ടുച്ച വെയിലിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെളിച്ചം കുറഞ്ഞിട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കണ്ണിനൊരു പ്രത്യേക ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനുള്ള സാധ്യത അവിടെ ഉണ്ട്. ആ പേടിയും ഈ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എല്ലാം പാടായിട്ട് ആൾ പേടിച്ചതായിരിക്കാനേ സാധ്യത ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സംഭവം, പൊന്നാനി ഒരിക്കൽ നാട്ടിൽ നിന്നൊരു സിയാർത്ത് യാത്ര പോയി പൊന്നാനിയിലേക്ക്. പൊന്നാനി ഏതാണ് പള്ളി, ഒരു പഴയ പള്ളിയാണ്. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലെ നിലയിലാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനോ രണ്ടാമനോ രണ്ടിലൊരാൾ ജിന്നുകൾക്ക് ദർശനം നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ, ഞങ്ങൾ ഈ തീർത്ഥയാത്രാ സംഘം കയറി ചെല്ലുന്ന സമയത്ത് എൻ്റെ ഒരു വിശ്വാസരാഹിത്യത്തിൻ്റെ സമയമാണ് കേട്ടോ ഈ ഒരു സമയം. എനിക്ക് വിശ്വാസമൊക്കെ പോയി തുടങ്ങിയ സമയമാണ്, ഞാൻ ദർശനം നിർത്തിയ സമയമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം, അതായത് അവൻ പറഞ്ഞതെന്താ വെച്ചാൽ കൂടുതൽ എന്നെക്കാൾ മുതിർന്ന ആളുകൾ, അതായത് അവനേക്കാൾ മുതിർന്ന ആളുകളാണ് ആ യാത്രയിൽ കൂടുതൽ, എന്നാൽ എനിക്കൊരു കൂട്ടായിട്ടൊന്ന് വന്നൂടെ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ ഏറ്റവും മുകൾ നിലയിൽ കയറി ചെന്നു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ജിന്നുകൾക്ക് ദർസ് നടത്തിയതെന്ന് പറയുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്തേക്ക് കയറാതെ ആളുകൾ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അവരിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസം കുറഞ്ഞ ആളുകൾ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ വഴുതി വീഴും, അല്ലെങ്കിൽ ജിന്നുകൾ അവരെ തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരു ഭീതിയിൽ നിൽക്കുകയാണ്. പിന്നെ കൂട്ടത്തിൽ ആരോ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആരോ ഒരാൾ ആശുപത്രിയിലായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കയറിയിട്ട് വീണിട്ട് ഈ പടിയിൽ നിന്ന് വീണിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കോണിപ്പടി ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് നോക്കി, എന്നിട്ട് ഞാൻ കയറി ആ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിരുന്ന് ഞാൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ജിന്നുകൾക്ക് ദർശനം നടത്തിയെന്ന് പറയുന്ന സ്ഥലത്തൊന്ന് കയറിയിരുന്ന് ഞാൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോൾ ഞാനൊപ്പമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെപ്പ് ചിലത് ഇളകിയിട്ടുണ്ട്, ചിലത് കുറച്ച് ദ്രവിച്ച അവസ്ഥയിലാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടത്തിലുള്ള മറ്റ് കുറച്ച് ധൈര്യം കൂടിയ ആളുകളും ആ ഒരു സ്റ്റെപ്പ് കയറി ചെന്നു, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയും അതിൻ്റെ ഉള്ളിൽ കാണുകയും അവർ ഇറങ്ങിപ്പോരുകയും ചെയ്തു. പിന്നീട് ഈ സിയാർത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് യാത്രാനുഭവം പറയാൻ എല്ലാവരോടും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറഞ്ഞു, ആ സ്റ്റെപ്പ് കയറിയിട്ട് ആളുകൾ വീണത് ഈമാൻ്റെ കുറവുകൊണ്ടല്ല, വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ടല്ല, ശ്രദ്ധൻ്റെ കുറവുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞു. അത് വേറെ രീതിയിലാണ് കൂടുതൽ ചില ഉസ്താദുമാരുടെ ഉള്ളിലേക്ക് എത്തിയത്. അത് അവർ മനസ്സിലാക്കി ഞാനൊരു യുക്തനായി തുടങ്ങിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. അതിലൊരാൾ എന്നോട് സംസാരിച്ച്, ആ ഒരു സംസാരത്തിന് തുടർന്ന് ഞാൻ ഈ അനുഭവം പറഞ്ഞതിനെ തുടർന്ന് അയാൾ ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച്
ആൾ തീർപ്പാക്കി. ഞാൻ മുർത്തതായിട്ടുണ്ട്, യുക്തിവാദിയായിട്ടുണ്ടെന്ന് ആൾ തീർപ്പാക്കി. ആളെന്നോട് പറഞ്ഞു ഈ പോയ വിശ്വാസം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നും പറഞ്ഞിട്ട് ആൾ എണീറ്റ് പോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഏതൊരു പ്രേത കഥകൾക്കും ഒരു രണ്ടാം പകുതി ഉണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഏതൊരു പ്രേത കഥകൾക്കും ഒരു രണ്ടാം പകുതി ഉണ്ട്. ചില രണ്ടാം പകുതികൾ നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ടൊരു ഭീതിതമായ സംഭവം ഇത് നിൽക്കും. എന്നാൽ ഈ രണ്ടാം പകുതി അറിയുന്നതോടുകൂടി പലതും വെറും തമാശ കഥകൾ മാത്രമായിരിക്കും. ചിലത് ഉഡായിപ്പുകളുടെ അങ്ങേ അറ്റായിരിക്കും. ഇപ്പോൾ എനിക്ക് ധൈര്യമുണ്ട്, നല്ല ധൈര്യമുണ്ട്. എന്നാൽ പ്രേതങ്ങളിലൊന്നും വിശ്വാസമല്ല, ജിന്നുകളിലും അങ്ങനെ ഒരു സംഭവത്തിന് വിശ്വാസമല്ല. അപ്പോൾ ചിലർക്ക് ചോദിക്കാണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഇന്ന ഏരിയയിൽ പ്രേതമുണ്ട്, ഇന്ന സ്ഥലത്ത് ഭൂതമുണ്ട്, ഇന്ന സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, ഒന്ന് പോയി നിൽക്കാമോ എന്നൊക്കെ ചോദിക്കും. അത് ഒറ്റയ്ക്ക് നിൽക്കാമോ എന്നൊക്കെ ആയിരിക്കും ചോദ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്ക് ഞാൻ നിൽക്കില്ല എന്നാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് അത് പേടി കൊണ്ടല്ല, കരുതൽ കൊണ്ടാണ്. എന്ത് കരുതൽ എന്നറിയോ? ഞാൻ തന്നെ പറയുന്നത്, ഒരു 4-5 ആളുള്ള ഒരു ടീമൊക്കെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും നല്ല ധൈര്യമുള്ളൊരു 4 ആളെയും കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ ആ 4 ആൾക്ക് പിന്നെ തുടർന്ന് ധൈര്യം പോകുമ്പോൾ ധൈര്യം കൊടുക്കാൻ ഞാൻ തന്നെ ധാരാളമാണ്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ഏത് സ്ഥലത്തും ആ ഒരു ടീമിനെയും കൊണ്ട് പോകാൻ ഞാൻ റെഡിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ പ്രേതമുണ്ട് ഭൂതമുണ്ട് എന്നൊക്കെ പറയുന്ന ഏരിയകളും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സ്ഥലങ്ങളിലെ പ്രേതവും ഭൂതവും മിക്കപ്പോഴും മനുഷ്യർ തന്നെ ആയിരിക്കും. അതും അവരുടേതായ ചില സംഭവങ്ങൾ, ചില മാഫിയ പ്രവർത്തനങ്ങളോ വേറെ എന്തെങ്കിലും ചാരായം മാറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉടായ്പകൾക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം ഒന്ന് പ്രൊട്ടക്റ്റഡായി നിർത്താൻ വേണ്ടിയിട്ട് ഇവർ പടർത്തി വിടുന്ന കഥകളും പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് പലരും പ്രേതങ്ങളായി തെറ്റിദ്ധരിക്കുന്നതും ഒക്കെ. ചിലപ്പോൾ ഈ ഉടായ്പകൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അവരുടെ ഉടായ്പകൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചില സാധുക്കളെ കൊന്നു തള്ളിയിട്ടുണ്ടാവും, എന്നിട്ട് പ്രേതത്തിൻ്റെ പേരിൽ ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, അല്ലാതൊരു അമാനുഷിക ശക്തിയും ഉണ്ടാവില്ല. ഞാനൊക്കെ പള്ളിക്കാടുകളുടെയും ശ്മശാനങ്ങളുടെയും സെമിത്തേരികളൊക്കെ നടുവിലൂടെ രാത്രികളിൽ പല സമയങ്ങളിലായി നടന്ന മനുഷ്യനാണ്. ഞാനൊന്നും ഇതുവരെ ഒരു പ്രേതത്തിനെയും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനൊരു സംഭവമൊന്നും ഇല്ല, ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്നെ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഒരു ടീം ഉണ്ടെങ്കിൽ, നല്ലൊരു സൂപ്പർ ടീം ഉണ്ടെങ്കിൽ, പിന്നെ അതിന് മുടക്കുന്ന സമയം, ആ സമയത്തിനൊരു എന്തെങ്കിലും ഒരു ഇതും കിട്ടും എന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. അഡ്വാൻസ് ഒരു തുക തരേണ്ടി വരും കേട്ടോ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യപ്രേതങ്ങളുണ്ടല്ലോ, മനുഷ്യരല്ല മനുഷ്യപ്രേതങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ ജീവൻ പോയാലോ. അപ്പോൾ അതിനൊരു മുൻകരുതലായിട്ടേ. അപ്പോൾ പറഞ്ഞു വന്നത്, മനുഷ്യരുടെ പ്രവൃത്തികളെ, മനുഷ്യരായിട്ടുള്ള ഉടായ്പന്മാരുടെ പ്രവൃത്തികളെയാണ് ഈ കാര്യത്തിൽ പേടിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രേതത്തിനെ ഒരു ആത്മാവിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത 2 ഭാഗവുമായിട്ട് ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അടുത്ത 2 വീഡിയോസിൽ പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തള്ള് ആണെന്ന് കരുതും എന്ന് പറഞ്ഞ ആ വീഡിയോസിനെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി വരാൻ പോകുന്ന 2 കഥകൾക്കും, അതായത് 2 സംഭവങ്ങളുടെ പരമ്പരകൾക്കൊക്കെ ഒരു രണ്ടാം പകുതി ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഏതായാലും ഇന്നിവിടെ നിർത്താം. 48 മിനിറ്റ്. ഇനി വിട്ടുപോയത് എത്രയും തുടർന്ന് പിന്നീട് പറയാം.